വിവിധ മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശശി തരൂർ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പ്രവർത്തകരുടെ ആവേശത്തിനിടയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ പന്നിൻ രവീന്ദ്രൻ അവിടെ എത്തിയിരുന്നു. അണികൾക്കൊപ്പം അവിടെ കാൽനടയായി ആ പ്രദേശത്ത് അണികളെ അഭിവാദ്യം ചെയ്ത് നടന്നിരുന്നു. ഇപ്പോൾ അവിടെ തരൂരിനായി പ്രത്യേകം തയ്യാറാക്കിയ ക്രെയിൻ അവിടെ സംവിധാനമുണ്ട്. ഈ ട്രെയിനിൽ കയറി നമുക്കറിയാം, ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വളരെ ഉയരത്തിൽ, എത്രത്തോളം ഉയരത്തിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാമോ അത്രത്തോളം ഉയരത്തിലെത്തിക്കുന്ന പരിപാടി പ്രവർത്തകർക്കുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അനവധി പ്രവർത്തകർ 3 മണി മുതൽ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ തടിച്ചുകൂടിയിരുന്നു. ഏറ്റവും കൂടുതൽ ആവേശം, കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും വലിയ ആവേശം കേരളത്തിൽ തുടങ്ങുന്നത് തന്നെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന് തന്നെയാണ്. വിവിധ തരത്തിലുള്ള ഫ്ലോട്ടുകൾ, പ്രചാരണ ദൃശ്യങ്ങൾ, ബലൂണുകൾ, ആ രീതിയിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന മണ്ഡലം മുഴുവൻ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വിവിധ ഇടങ്ങളിൽ ഈ ആവേശം വ്യക്തമായിരുന്നു. പേരൂർക്കടയിൽ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്നിൻ രവീന്ദ്രൻ നേരത്തെ കൊട്ടിക്കലാശത്തിന് ആവേശം കൂട്ടുന്നതിനായി ജനക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയിരുന്നു. ശശി തരൂരും എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിവിധ എല്ലാ മുന്നണികളുടെയും കൊടികൾ വ്യക്തമാണ് ഇതിനകത്ത്. ഇനിയുള്ള 1 മണിക്കൂറാകുമ്പോഴേക്കും കൂടുതൽ ശശി തരൂർ ക്രെയിനിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എന്ന് തോന്നുന്നു. ട്രെയിനിലേക്ക് ആ ഒരു പ്രവർത്തകർ ഉയർത്തി ആ ട്രെയിനിലേക്ക് കയറ്റിക്കഴിഞ്ഞ് ഇത് ആകാശത്തോളം ഉയരത്തിൽ പൊങ്ങും. തരൂരിനൊപ്പം ചില പ്രവർത്തകരും കയറുന്നുണ്ട്. അടക്കം ചേരും. അച്ചൂമ്മൻ തരൂരിനൊപ്പം ആ ട്രെയിനിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അച്ചൂമ്മനെ വളരെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകർ മുകളിലേക്ക്. കൊട്ടിക്കലാശത്തിന് ഊർജം നൽകാൻ അച്ചൂമ്മനെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറക്കി, കൊട്ടിക്കലാശത്തിന് ഇറക്കി. തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസിന്റെ പ്രചാരണം, കൊട്ടിക്കലാശം അങ്ങേയറ്റം ആവേശകരമായ രീതിയിലേക്ക് പോകുന്നു. വലിയ ജനക്കൂട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പേരൂർക്കടയിൽ. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഉയരങ്ങളിലേക്ക് പോകാനൊരുങ്ങുന്നു. ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഈ രീതിയിലാണ് പ്രചാരണമെങ്കിൽ അതിൽ നിന്നൊട്ടും കുറവായിരിക്കില്ല മറ്റ് 2 മുന്നണികളിലും. ആ രീതിയിൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ പ്രചാരണവും. NDAയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ, ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണെങ്കിൽ 3 മുന്നണികളും കട്ടയ്ക്ക് നിന്ന പ്രചാരണം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ 38 ദിവസം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കണ്ടത്. പ്രവചനാതീതമായ മത്സരം, അതേത് തരത്തിൽ പോകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം. ആർക്ക് വിജയം ആർക്ക് തോൽവി എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആ ആവേശം പ്രചാരണത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉയർന്ന വിഷയങ്ങളിലുണ്ടായിരുന്നു, പ്രത്യാരോപണങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതിതാ കൊട്ടിക്കലാശത്തിലും വ്യക്തമായി കാണുകയാണ്. അങ്ങേയറ്റം നിറപ്പകിട്ടാർന്ന ആവേശത്തോടുകൂടിയുള്ള കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തെ അടക്കമുള്ള രസകരമായ, കൗതുകകരമായ, ആവേശകരമായ ദൃശ്യങ്ങളിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക്.